നമ്മുടെ DLED കോഴ്സ് ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിപാടികളുണ്ട്. ഇപ്പോൾ തന്നെ ആർട്സിൻ്റെ സാറ് ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതുണ്ടാക്കി അതിൻ്റെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. സംഭവം എന്തായാലും ഞങ്ങളുടെ ക്ലാസ്സിൽ ഓവർ ടാലൻറ്റഡ് ആയ ആളുകളുടെ അഭിനയം കണ്ട് സാറ് വരെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ടെന്നാണ് എനിക്കിതൊന്ന് മനസ്സിലായത്. എന്തായാലും ആദ്യം പ്രസൻറ്റ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഷോർട്ട് ഫിലിം ആയിരുന്നു. സംഭവം കിടക്കിയിട്ടുണ്ട്. പേര് തന്നെ കണ്ടില്ല, അവൾ. എന്തായാലും കൊള്ളാം, ഞാൻ തന്നെ പൊക്കി പറയാമെന്ന് കരുതണ്ട. ചെറിയ ചെറിയ കുറവുകൾ വെച്ചാൽ ഞങ്ങൾ ഓവർ ടാലൻറ്റ് കാരണം ഷോർട്ട് ഫിലിം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ സാറെ നോക്കി ഷോർട്ട് ഫിലിം നോക്കി, വീണ്ടും ഷോർട്ട് ഫിലിം നോക്കി സാറെ നോക്കി. സാർ എന്തായാലും ഇത് ലയിച്ചിരുന്ന് കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രസൻസ് ഇല്ലാതെ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ആയില്ലല്ലോ. എനിക്കൊരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ റോൾ എന്തിനായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ എന്തായാലും ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞു. പിന്നെ ഇട്ടത് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഷോർട്ട് ഫിലിമാണ്. അതിലെ നായകൻ മറ്റാരുമല്ല, നമ്മുടെ അഭിനയ സിംഹം തന്നെ. പുള്ളിക്കാരനെ പറ്റി പറയണ്ടല്ലോ, ആള് തകർത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ കുറച്ച് നാളത്തിലായതുകൊണ്ട് മുഖം കാണിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ആളെന്തായാലും ഇപ്പൊ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ടുണ്ട്. എന്തായാലും പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഹീറോയ്ക്കൊപ്പം കട്ടക്ക് പിടിച്ചിരുന്ന വില്ലനെയാണ്. വില്ലൻ വേറെ ആരുമല്ല, ഈ പുള്ളിക്കാരനാണ്. എന്തായാലും വില്ലനും ഹീറോയ്ക്കും ഒക്കെ നാണോ. ഞങ്ങൾ 2 ഷോർട്ട് ഫിലിം കണ്ടിട്ട് ക്ഷീണം തീർക്കാൻ പുറത്തു പോയെന്ന് കറങ്ങി തിരിച്ചു വന്നതാണ് സാർ പിന്നെ അഭിനയ കുലപതി ആയതുകൊണ്ട് അതിലൊക്കെ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും ഇത് മൂന്നാമത്തെ അവസാനത്തെ ഷോർട്ട് ഫിലിമാണ്. സംഭവം ഇതിന് ടോപ്പിക് എന്ന് പറയുന്ന ലഹരിയാണ്. അങ്ങനെ എന്തായാലും ഷോർട്ട് ഫിലിം തുടങ്ങി. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ക്ലാസ്സിലുള്ളവർ ഓവർ ടാലന്റ് ആയതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഇതും പൊളിച്ചു. അതിനാണ് ഈ പുള്ളിക്കാരൻ ക്യാമിയോ റോളൊക്കെ ഉണ്ട്. ഏതായാലും കൊള്ളാം. അങ്ങനെ എന്തായാലും ഷോർട്ട് ഫിലിം തീർന്നു. സാറ് കണ്ടിരുന്ന ഹാപ്പിയാണ്, അപ്പം ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയുള്ളൂ.